സവർക്കറുടെ ഒരു പരാമർശമില്ലാത്ത സ്വാതന്ത്ര്യ ദിനമാണോ ഇന്ന് കടന്നു കഴിഞ്ഞു പോകുന്നത്? ദേശീയ ഗീതം ആലപിക്കാതെ കടന്നു പോകുന്ന രാജ്യത്തെ മുഴുവൻ അപമാനപ്പെടുത്തി കേരളം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന BJPയുടെ കൃഷ്ണദാസ്, എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത്? ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്നിട്ട് വീര സവർക്കറെ അപമാനിച്ച ഒരു സ്വാതന്ത്ര്യ ദിനം കടന്നു പോകുന്നു എന്ന് പറയാൻ, അതുപോലെ തന്നെ ഇന്ന് ദേശീയ ഗീതം ആലപിക്കാതെ മുഖ്യമന്ത്രി വർഗീയ ശക്തികൾക്ക് മുന്നിൽ അടിമപ്പെട്ടു പോയി എന്ന് പറയുന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായി കൃഷ്ണദാസെ നിങ്ങളെ ഞങ്ങൾ കോട്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. BJPയുടെ മുഖവും BJPയുടെ ആശയവും BJPയുടെ അന്തസ്സത്തെയും ഈ നാട്ടിലെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ കാരണമാണ്, ഒരൊറ്റ ഉദ്ദേശമാണ് എന്ന് ഈ രാജ്യത്ത് തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സംസ്ഥാനമാണ് സാക്ഷരതയിൽ, രാഷ്ട്രീയ ബോധ്യത്തിൽ പ്രബുദ്ധരായ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും BJPയെ അറപ്പോടെ വെറുപ്പോടെ തൊട്ടുകൂടായ്മയിൽ തീണ്ടിക്കൂടായ്മയിൽ എങ്ങനെയാണോ ആളുകൾ മറ്റൊരാളെ കൺസിഡർ ചെയ്തത്, അതുപോലെ BJPയെ ഞങ്ങൾ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സവർക്കറുടെ പേര് പറഞ്ഞ ദേശീയ ഇന്ന് ഈ നാടിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ സവർക്കറുടെ പേര് നിങ്ങൾ പറഞ്ഞെടുത്തു തന്നെ BJPയെയും വർഗീയ ശക്തികളായി, രാജ്യദ്രോഹികളായി ഞങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് മാത്രം രാജ്യദ്രോഹികളെ തീരുമാനിക്കാൻ, നിങ്ങൾക്ക് മാത്രം ദേശസ്നേഹത്തെക്കുറിച്ച് പറയാൻ എന്തവകാശമാണുള്ളത്? ഈ നാടിന്റെ ദേശീയതയെ, ഈ നാടിന്റെ രാജ്യസ്നേഹത്തെ, ഈ നാടിന്റെ പൗരബോധത്തെക്കുറിച്ച് പറയുമ്പോൾ മുഴുവനും രാജ്യദ്രോഹികളായി, വർഗീയ ശക്തികളായി ഇന്ത്യ എന്നും കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറും BJP എന്നുള്ളതിനൊരു സംശയവും വേണ്ട. ഈ നാടിന്റെ ജെൻസി, ഡെമോഗ്രാഫിക് ഡിവിഡന്റ്, വളർന്നു വരുന്ന യുവത്വം എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്ന് ആഴ്ചകൾക്ക് മുമ്പിൽ ജന്തർ മന്ദറിൽ കണ്ടതാണ്. BJPയുടെ കോട്ടകുത്തകങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു വാക്കുപോലും പറയാനാവാതെ തകർന്നടിഞ്ഞു പോയ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. ഈ നാടിൽ വെറുതെ ഇങ്ങനെ മാൽ പ്രാക്ടീസ് നടത്തി, വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്തി അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള യോഗ്യതയും നിങ്ങൾക്കില്ല എന്നതാണ്. ഇന്ത്യയുടെ ശബ്ദവും ഇന്ത്യയുടെ ആത്മാവും നിങ്ങളെ പുറത്താക്കിയിട്ട് നാളെത്രയായി? ഒരു സംശയവുമില്ല. ഈ നാടിന്റെ രാജ്യദ്രോഹികളും വർഗീയ ശക്തികളും മതേതരത്വത്തെ തച്ചു തകർക്കുന്നവരും BJP RSS ആണെന്നുള്ളതിൽ യാതൊരു സംശയവും